അപ്പോൾ ഇതൊക്കെയാണ് വർഷം 2024ലേക്കുള്ള 10 പ്രവചനങ്ങൾ. നമുക്കിനി 2025 ആകുമ്പോഴേക്കും ഈ വീഡിയോ റീവിസിറ്റ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇതിൽ ഏതൊക്കെ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയാസ് ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ ആഘോഷിക്കാൻ പറ്റാത്തവർ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഒരുപാട് ആഘോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ന്യൂ ഇയർ വരാൻ പോകുന്നു, പിന്നെ വീണ്ടും ഓണം, വിഷു, പെരുന്നാൾ, ബക്രീദ്, ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതിലൊക്കെ പിടിക്കാതെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്തായാലും ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ന്യൂ ഇയർ, പുതുവത്സരം ആകുകയാണല്ലേ. പുതിയൊരു വർഷം കൂടി അങ്ങനെ പിറവിയെടുക്കുകയാണ് വർഷം 2024. എല്ലാ ന്യൂ ഇയറിനും നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. ആ ഒരു ന്യൂ ഇയറിലെ പ്രഡിക്ഷൻസ്, പ്രവചനങ്ങൾ. എൻ്റെ പ്രവചനങ്ങളെന്നല്ല, ഇപ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഇന്റർനെറ്റിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത് 2 പേരുടെ പേരുകളാണ്. ഒന്ന് നൊസ്ട്രാഡാമസിൻ്റെയും 2 ബാബ വാങ്കിയുടെയും. ഇവരുടെ 2 പേരുടെയും പ്രവചനങ്ങൾ എന്നും പറഞ്ഞ് പ്രചരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ നൊസ്ട്രാഡാമസിൻ്റെ പ്രഡിക്ഷൻസിൻ്റെ സത്യാവസ്ഥയൊക്കെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ മതി. എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, അദ്ദേഹം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് ലേ പ്രൊപ്പസീസ് എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കവിത ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണുന്ന അർത്ഥമായിരിക്കുന്നില്ല നിങ്ങൾ കാണുന്നത്, നിങ്ങൾ വേറൊരു അർത്ഥത്തിലായിരിക്കും അതിനെ റീഡ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നതല്ലേ. അങ്ങനെയാണ് ഇത് പ്രവചനങ്ങളെന്നും പറഞ്ഞാൽ ആക്ച്വലി സ്പ്രെഡ് ആവുന്നത്. ഏത് തരത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. ഇനി ബാബ വാങ്കിയുടെ കാര്യം പറയുവാണെങ്കിൽ 1950കളിൽ ബൾഗേറിയ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവർ അന്തരിക്കുന്നത് 1990ലാണ്. ഒരു 12 വയസ്സായപ്പോഴേക്കും അവർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞ് പ്രചരിക്കുന്ന കാര്യങ്ങളാണ് ഇന്റർനെറ്റിലൊക്കെ കാണുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കിതുവരെ അറിയത്തില്ല. അവർ എന്നാണ് പറഞ്ഞത്, അതിന് ആധികാരികമായിട്ടുള്ള ഡേറ്റ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബാലരമ കഥ പോലെ ഒരു പ്യുവർ ഫിക്ഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഒരു വലിയ പക്ഷേ ഞാൻ അവിടെ പറയുകയാണ്. കാരണം എന്താണെന്ന് അറിയാവോ, കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത പ്രഡിക്ഷൻസ് വീഡിയോയിൽ അതിൻ്റെ അത് 10 പ്രവചനങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നൊസ്ട്രാഡാമസിൻ്റെ 5 പ്രവചനങ്ങൾ പറഞ്ഞതിൽ 2 സത്യമായിരിക്കുകയാണ്. നൊസ്ട്രാഡാമസിൻ്റെ കാര്യത്തിൽ ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഒരു 10 പ്രവചനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 4-5 ഒരു കോയിൻസിഡൻസ് പോലെ അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ്, ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർലമെന്റ് മന്ദിരം അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം ആക്രമിക്കപ്പെടുമെന്നുള്ളതാണ്. അവിടെ ഒരു തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ. അല്ലെങ്കിൽ ഒരു ഭരണകേന്ദ്രം, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ അമേരിക്കയിൽ വൈറ്റ് ഹൗസ്, മറ്റ് രാജ്യങ്ങളിലെ ഭരണകേന്ദ്രങ്ങൾ, അവിടുത്തെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ താമസിക്കുന്ന അവരുടെ വസതി തുടങ്ങിയ ഭരണകേന്ദ്രങ്ങളുണ്ടല്ലോ, ഇതിന് തീ പിടിക്കുമെന്നുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊരു തീവ്രവാദ ആക്രമണമായിരിക്കുമോ എന്ന് പലരും. ഡിസംബർ 13, 2023 മറ്റൊരു രാജ്യത്തെ അല്ല, നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് മന്ദിരം ആക്രമിക്കപ്പെടുകയുണ്ടായി. തീ പിടിച്ചില്ലെങ്കിലും അത് മൊത്തം പുകയിൽ മൂടുകയുണ്ടായി. അത് സംഭവിച്ചു. അതുപോട്ടെ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രവചനമായിട്ട് നൊസ്ട്രാഡാമസിന്റെ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലോകത്ത് മറ്റൊരു വലിയൊരു മഹായുദ്ധം സംഭവിക്കും എന്നുള്ളതാണ്. വലിയൊരു യുദ്ധമാണ്. വലിയൊരു യുദ്ധം എന്ന് പറയുമ്പോഴേക്കും 3ാം ലോക മഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. അതും സംഭവിച്ചില്ലേ. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ യുദ്ധമല്ല, അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ സത്യമായിട്ട് അത് അന്വർത്ഥമായിരിക്കുകയാണ്. ഇത് ജസ്റ്റ് കോയിൻസിഡൻസ് മാത്രമാണ്. അല്ലാതെ നമുക്ക് ഭാവിയൊക്കെ ഇങ്ങനെ ധ്യാനിച്ചിരുന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എത്ര സുഖകരമായേനെ അല്ലേ. പ്രവചനങ്ങൾ സാധ്യമാണ്, പക്ഷേ അത് സയൻറ്റിഫിക് ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങൾ മാത്രമാണ് സാധ്യമാകുക. ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം, ഒരു ചുഴലിക്കാറ്റ് വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ പ്രവചനങ്ങൾ, അതൊക്കെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതൊക്കെ സത്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അറിയാവോ അങ്ങനെ ആരെങ്കിലും? അതായത് ധ്യാനിച്ചിരുന്ന് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തെ സത്യാവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒന്നാമത്തെ പ്രവചനം, ഞാൻ നൊസ്ട്രാഡാമസിൻ്റെയും ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ മിക്സാക്കിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ബാലരമ കഥ മാത്രമായിട്ട് കണ്ടാൽ മതി. എന്തായാലും ഫസ്റ്റ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഷ്യൻ പ്രസിഡന്റും ലോകത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ സ്വന്തം രാജ്യത്തെ ഒരു പൗരനാൽ കൊല്ലപ്പെടുമെന്നുള്ളതാണ്. ഇത് സംഭവിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? സ്വന്തം രാജ്യത്തെ ഏതെങ്കിലും ഗ്രൂപ്പുകളുമായിട്ടോ, സ്വന്തം രാജ്യത്തെ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു പൗരനുമായിട്ടൊക്കെ ഈ വ്ളാഡിമിർ പുടിന് എന്താണ് പ്രശ്നം? അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള കാര്യമാണ്. കാരണം ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, റഷ്യയുടെ കൂലിപ്പട്ടാളം റഷ്യൻ ഭരണകൂടത്തിനെതിരെ വലിയ യുദ്ധം നടത്തുന്നു. അവിടെ തെരുവുകളൊക്കെ അവർ പിടിച്ചെടുക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ പേരായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ വാഗ്നർ ഗ്രൂപ്പിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, അതോടൊപ്പം റഷ്യയിൽ നിന്നുമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിന് വളരെ പോസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ പ്രവചനത്തിൻ്റെ ബാക്കിയായിട്ട് പറയുന്നത്, ഇങ്ങനെ വ്ളാഡിമിർ പുടിൻ കൊല്ലപ്പെടുകയും അത് നയിക്കാൻ പോകുന്നത് വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്കായിരിക്കും, വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കുമെന്ന്. അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? അതായത് ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വലിയൊരു യുദ്ധം സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും
ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സറജീവോ ക്രൈസിസ് ആയിരുന്നുവല്ലോ. നമ്മൾ ഹിസ്റ്ററി ടെക്സ്റ്റുകൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. വർഷം 1914 ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡിനെ ബോസ്നിയയിൽ വെച്ചിട്ട് ഒരു ഗാരവിലോ പ്രിൻസിപ്പെ എന്ന് പറയുന്ന ഒരാളെ വെടിവെച്ച് കൊല്ലുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിന്റെ വൈഫിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇത് വേൾഡ് വാർ 1 തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് വേൾഡ് വാർ 2 പറ്റിയിട്ടാണ് അറിയണമെങ്കിൽ ഇതിന്റെ മലയാളം ഓഡിയോ ബുക്ക് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കുക്ക് ഓഫ് എമ്മിൽ അവൈലബിൾ ആണ്. കുക്ക് ഓഫ് എമ്മിൽ ഇത് മാത്രമല്ല മലയാളത്തിന്റെ അതുല്യ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ MT വാസുദേവൻ നായരുടെ മഞ്ഞ്, ഇരുട്ടിന്റെ ആത്മാവ്, ഓപ്പോൾ തുടങ്ങിയ ഗംഭീര നോവലുകൾ ഇപ്പോൾ കുക്ക് ഓഫ് എം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിന് സൗണ്ട് നറേഷൻ നൽകിയിട്ടുള്ളത് മറ്റാരുമല്ല നമ്മുടെ നെടുമുടി വേണിച്ചേട്ടനും അതുപോലെ KPC ലളിത് ചേച്ചിയുമാണ്. അതുപോലെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകിയിട്ടുള്ളത് മലയാളത്തിന്റെ സ്വന്തം ജോൺസൺ മാഷും അതോടൊപ്പം ഷഹ്ബാസ് സമനുമാണ്. അതായത് ഈ പ്രതിഭകളുടെ എല്ലാം ഒത്തൊരുമിച്ചുള്ള ഒരു അപൂർവ സംഘമാണ് നമുക്കിപ്പോൾ കുക്ക് ഓഫ് എമ്മിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതോടൊപ്പം കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഡൗൺലോഡ് ചെയ്ത ശേഷം മലയാളം 60 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ വരിസംഖ്യയുടെ 60% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ണിന് റെസ്റ്റ്, കാതിന് ഗിഫ്റ്റ്, എല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ പ്രവചനം, യൂറോപ്പിലും അതുപോലെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും ഒക്കെ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇതിനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ഫീഡിലേക്ക് പലപ്പോഴും വരുന്നത് ഈ രാജ്യങ്ങളിലേക്ക് പല ന്യൂനപക്ഷങ്ങളും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്നതാണ്. ഇപ്പോൾ കാനഡയിലാണ് മെയിനായിട്ടുള്ള ഖലിസ്ഥാനി തീവ്രവാദികൾ ഉള്ളതല്ലേ. അവർ ഇന്ത്യയെ സംബന്ധിച്ച് അവർ രാജ്യദ്രോഹികളാണ്. പക്ഷേ അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. ഫ്രീഡം കൊടുത്തിട്ടും അവരെന്താണ് ചെയ്യുന്നത്? കാനഡയിലുള്ള ഇന്ത്യൻ എംബസി ആക്രമിക്കുകയാണ്. അവിടുത്തെ തെരുവുകളിൽ ഇന്ത്യൻ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോ അടക്കം കാണാൻ സാധിക്കും. അവിടെ കുടിയേറിയിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളും അട്രോസിറ്റീസും കലാപങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളത് തന്നെയാണ് വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ. 3, ലോകത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. എ ബിഗ് എക്കോണമിക് ക്രൈസിസ് വിൽ ഹിറ്റ് ദ വേൾഡ് എന്നാണ്. അപ്പോൾ ചിലയിടത്ത് വേൾഡ് എന്ന് പറഞ്ഞിട്ടില്ല, എക്കോണമിക് ക്രൈസിസ് ഉണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു സാമ്പത്തിക പ്രതിസന്ധി, അതായത് കടങ്ങൾ ഭയങ്കരമായിട്ട് കൂടും, ആൾക്കാർക്ക് അവശ്യ സാധനങ്ങൾ കിട്ടാതെ വരും. ആക്ച്വലി നമ്മുടെ കേരളത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു തുടക്കമാണെന്ന് പറയാൻ പറ്റുമല്ലേ. കേരളത്തിൽ മാത്രമല്ല, കേരളം, തമിഴ്നാട്, ഇനി മറ്റ് പല സംസ്ഥാനങ്ങളും വലിയ കടക്കണിയിലാണ്. കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സർക്കാർ ആകപ്പാട് ഞെരുക്കത്തിലാണ്. ഇവിടെ അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കടങ്ങൾ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനം നല്ല ടോപ്പിലേക്ക്, അതെല്ലാം മാറി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കട്ടെ. പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധി ലോകം കാത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെയോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ പ്രവചനം പറയുന്നത്. നാലാമത്തെ പ്രവചനം, എ സ്ട്രോങ് 3 ഹെഡ് ഡ്രാഗൺ വിൽ ടേക്ക് ഓവർ ദ പ്ലാനറ്റ്. 3 തലയുള്ള ഒരു ഡ്രാഗൺ ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഈ 3 തലയും സൂചിപ്പിക്കുന്നത് ചൈന, റഷ്യ, അതോടൊപ്പം ഇന്ത്യ. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ. മാത്രമല്ല 2030 കൂടിയിട്ട് നമ്മളത് 3ാം സ്ഥാനത്തേക്ക് എത്തുന്നത് പല പ്രഡിക്ഷൻസും ഈ ഒരു പ്രൊജക്ഷൻസ് സൂചിപ്പിക്കുന്നത്, ആ ഗ്രാഫ് പ്രൊജക്ഷൻ ഉണ്ടല്ലോ അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന ഒരു കാര്യം, അല്ല അമേരിക്ക ആയിരുന്നല്ലോ ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തി, അവരെന്താ ഇതിൻ്റെ അകത്ത് വരാത്തതെന്നല്ലേ. തീർച്ചയായിട്ടും അമേരിക്ക ഏറ്റവും വലിയ ശക്തി ആയിരുന്നു, അതാ ട്രംപിൻ്റെ ഒക്കെ കാലത്ത്, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന കാലത്ത്. പക്ഷേ ഇപ്പോൾ ജോ ബൈഡൻ കയറി അവിടെ വോക്ക് കൾച്ചറും ഈ ഒരു വോക്ക് പൊളിറ്റിക്സ് ഒക്കെ വലിയ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആൾക്കാരും ഈവൻ ആർമി അടക്കം വീക്കായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യം അപ്പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ. അപ്പോൾ എവിടെ വോക്കിസം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അതിൻ്റെ കൊളാപ്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകാതെ നമ്മളെ കാത്തിരിക്കുന്ന ദുരന്തവും അതൊക്കെ തന്നെയാണ്. 5ാമത്തെ പ്രവചനം, വർഷം 2024 പുതിയ പോപ്പ്, അതായത് മാർപ്പാപ്പ അധികാരമേൽക്കുമെന്നാണ്. മാർപ്പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക്സിൻ്റെ ഹെഡാണല്ലേ, കാത്തലിക് ക്രിസ്ത്യാനികളുടെ ഹെഡാണ് മാർപ്പാപ്പ. വത്തിക്കാനിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ നിലവിലെ പോപ്പായിട്ടുള്ള ബഹുമാനപ്പെട്ട പോപ്പ് ഫ്രാൻസിസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അദ്ദേഹം 80കളിലാണ്. അദ്ദേഹത്തിന് പ്രായാധിക്യമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2024 പുതിയൊരു പോപ്പ് അധികാരമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിലുള്ള പോപ്പായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് വിശ്രമ ജീവിതം നയിക്കാനും ഒക്കെ സാധ്യതയുണ്ടല്ലേ. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഞാൻ വായിച്ചറിഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2024 മാർപ്പാപ്പയെ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന്. അപ്പോൾ
നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പോപ്പായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസിന് ഇത്രയും ദൂരമൊന്നും യാത്ര ചെയ്ത് വരാൻ പറ്റത്തില്ല, അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പുതിയൊരു പോപ്പ് അധികാരം ഏറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2024 പുതിയൊരു മാർപ്പാപ്പ അധികാരമേക്കുന്നു, ആ പുതിയ മാർപ്പാപ്പ ഇന്ത്യയിലേക്കും എത്തുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊക്കെ മാർപ്പാപ്പയെ കാണാനുള്ള ഒരു ഭാഗ്യം ചിലപ്പോൾ ലഭിച്ചേക്കും. ആറാമത്തെ പ്രവചനം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആൽഷിമേഴ്സിനും ക്യാൻസറിനും ഈ രണ്ട് അസുഖങ്ങളും പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഒരൊറ്റ മരുന്ന് കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ആൽഷിമേഴ്സിനും ക്യാൻസറിനും ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളുകൾ നിലനിൽപ്പുണ്ട്. ക്യാൻസർ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റാറുണ്ട്, പക്ഷേ ആൽഷിമേഴ്സ് പലപ്പോഴും ചികിത്സിച്ച് മാറ്റാൻ പറ്റാറില്ല ഭൂരിഭാഗ അവസ്ഥകളിലും അല്ലേ. പക്ഷേ ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു മരുന്ന് ശാസ്ത്രലോകം കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഒരു പ്രവചനം. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ, വളരെ നല്ലൊരു കാര്യമല്ലേ. കാരണം ക്യാൻസറൊക്കെ ബാധിച്ച് എത്ര പേരാണ് വളരെ വേദന അനുഭവിച്ച് മരണപ്പെടുന്നത്. ആൽഷിമേഴ്സ് ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്മാത്രയിലെ ലാലേട്ടനെ ആരും മറന്നിട്ടുണ്ടാകത്തില്ലല്ലേ. വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ആ വ്യക്തിയല്ല, മറിച്ച് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെയാണ്. പ്രവചനം 7, ഇന്ത്യ വിൽ റൈസ് ടു ഗ്ലോബൽ പ്രൊമിനൻസ്. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചേരുമെന്ന്. അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്നാണല്ലേ, ഡെവലപ്പിംഗ് നേഷൻ എന്നാണ്. 2024 അത് ഡെവലപ്ഡ് നേഷൻ എന്ന് പറയാൻ പറ്റുമെന്നാണ്. പക്ഷേ അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2024 നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ 2030 തീർച്ചയായിട്ടും അതൊക്കെ സാധ്യമാവും. പല പ്രൊജക്ഷൻസ് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിൽ 2030 അത് 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുമെന്നാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകളും ഡെവലപ്മെൻറ്റുകളൊക്കെ പല സ്റ്റേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ചതായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിച്ച വീഡിയോ ആയിരുന്നു മെഡിസിനെ പറ്റിയിട്ടല്ലേ. ഏറ്റവും വലിയ ജനറിക് മെഡിസിൻ്റെ എക്സ്പോർട്ടേഴ്സ്, കയറ്റുമതിക്കാർ നമ്മളാണ്. ഒരുപാട് കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധമാണ് നമുക്കുള്ളത്. ഇപ്പോൾ ലോകത്ത് ഏത് വലിയൊരു യുദ്ധം നടന്നു കഴിഞ്ഞാലും നമ്മുടെ അഭിപ്രായത്തിന് അവിടെ അത്രത്തോളം വിലയുണ്ട്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴേക്കും നമ്മൾ അതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലസ്തീൻ നമ്മുടെ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നു. അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുണ്ട്. പല രാജ്യങ്ങളും നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരെയും ഭരണാധികാരികൾ അവരുടെ രാജ്യത്തേക്ക് ക്ഷണിച്ച് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം നമ്മുടെ രാജ്യം മറ്റ് പല രാജ്യങ്ങളുമായിട്ട്, പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് നിലനിർത്തുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. 8, എ ഗ്രേറ്റ് എർത്ത് ക്വേക്ക് ഇൻ എ സിറ്റി ഓഫ് എക്സസ്. അതായത് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ, അത് നഗരമാകാം, ഒരു സ്റ്റേറ്റ് ആകാം, ഒരു പ്രവിശ്യയാകാം, എന്തായാലും ഒരു സ്ഥലം എന്ന് എടുക്കല്ലേ, ആ ഒരു സിറ്റി എന്ന് പറയുന്നത് മറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മറ്റ് കലാപത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഏതൊക്കെ സ്ഥലങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് അല്ലേ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വലിയൊരു ഭൂകമ്പം സംഭവിക്കുകയും അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുകയും അവിടെ പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് അവിടുത്തെ ഭരണാധികാരികളൊക്കെ ഈ ലോകം മൊത്തം നശിപ്പിക്കണം, ലോകത്ത് മൊത്തം യുദ്ധം വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പക്ഷേ പിന്നീട് അവർക്ക് അതിനൊന്നും നേരം കിട്ടത്തില്ല. കംപ്ലീറ്റ് തകർന്ന ഇത് കെട്ടിപ്പടുത്ത് ഉയർത്തുമ്പോൾ തന്നെ ഒരുപാട് വർഷങ്ങൾ, ആ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഉയർത്തുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പോയിട്ടുണ്ടാകാം. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, ലോകത്ത് എപ്പോഴും യുദ്ധങ്ങളും അരക്ഷിതാവസ്ഥയും വിതയ്ക്കുന്ന ഒരു പ്രദേശത്ത് വലിയൊരു ഭൂകമ്പം സംഭവിക്കുകയും അവിടെ പുതിയൊരു റൂള് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. 9ാമത്തെ പ്രവചനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നും വലിയൊരു കോസ്മിക് സ്ട്രോം ഭൂമിയെ ലക്ഷ്യമാക്കി വരും. അത് ഭൂമിയിൽ പതിക്കും. ഇവിടുത്തെ ടെക്നോളജിക്കൽ മേഖലയിൽ ആകെപ്പാടെ നാശമായിരിക്കും അത് വിതയ്ക്കുന്നത്. ഇപ്പോൾ കോസ്മിക് സ്ട്രോം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സോളാർ സ്ട്രോമിനെ പറ്റി കേട്ടിട്ടുണ്ട്. സൂര്യനിൽ നിന്നും പെട്ടെന്ന് പൊടുന്നനെ വലിയൊരു എമൗണ്ട് ഓഫ് എനർജി പുറന്തള്ളപ്പെടുകയാണ് സോളാർ ഫ്ലെയർ ആയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അത് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഒന്നെങ്കിൽ സോളാർ സ്ട്രോമുകളാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോസ്മിക് ബോഡി എന്നുള്ള സ്ട്രോമുകളാകാം. അത് ഭൂമിയിലേക്ക് വരും. പക്ഷേ ഭൂമിയെ കാര്യമായിട്ട് നമ്മളെയൊന്നും ബാധിക്കില്ല. നമ്മളുടെ ചുറ്റും സ്പേസിലുള്ള സാറ്റലൈറ്റുകളുണ്ടല്ലോ, ഉപഗ്രഹങ്ങളുണ്ടല്ലോ, അതിനെല്ലാം ഇത് നശിപ്പിക്കും. ഉപഗ്രഹങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ആകെപ്പാടെ താറുമാറാകുമല്ലേ. നമ്മുടെ ഇൻ്റർനെറ്റ് കിട്ടാതെയാകും, നമ്മുടെ TV ചാനലുകൾ കിട്ടാതെയാകും. അങ്ങനെ എല്ലാം മൊത്തത്തിൽ അടപടലം ഇല്ലാണ്ടാവുന്നൊരവസ്ഥ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാണ്ടാവുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ ഒരു 1980കളിലെ പോലെ പിന്നീട് വയേർഡ് ഫോൺസ് മാത്രം ഉപയോഗിക്കേണ്ട ഒരു രീതിയിലേക്ക് വരും. പിന്നീട് അതെല്ലാം പുതിയ സാറ്റലൈറ്റുകൾ നമ്മൾ അയച്ച് റീപ്ലേസ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാസയോ ISRO അതിനെ പറ്റിയിട്ടൊന്നും പ്രവചിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. 10ാമത്തെ പ്രവചനം ചൈനാസ് എസ്കലേഷൻ ഓഫ് ഗ്ലോബൽ ടെൻഷൻ. അതായത് ചൈന എന്ന രാജ്യം ഇടപെട്ട് ഈ ലോകത്ത് വളരെ വലിയൊരു അസ്വസ്ഥത, ഒരു ടെൻഷനും യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യും. അതായത് ലോകം യുദ്ധത്തിലേക്ക് പോകണം തുടങ്ങിയ സംഭവങ്ങളിലേക്ക് അത്ര ടെൻഷനുള്ളൊരു അവസ്ഥയില്ലേ, അതിലേക്ക് മാറും.
കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ചൈനയുടെ വലിയൊരു കപ്പൽ ശ്രീലങ്കയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ സൈഡിൽ കൂടെ പോകുന്നതല്ല, അവിടെ ഒരു തുറമുഖം നിർമ്മിക്കാൻ എന്നുള്ള പേരിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കപ്പലെന്ന് പറയുന്നത് ഇവിടുത്തെ സിഗ്നലുകളെല്ലാം മോഷ്ടിച്ച് ഡീകോഡ് ചെയ്യാനുള്ള ഒരു ചാരക്കപ്പലായിരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. ചൈന നിഷേധിച്ചെങ്കിലും നമുക്കറിയാം ചൈന മാതിരി പണിയെല്ലാം കാണിക്കും. അപ്പോൾ അത് നമുക്കൊരു ടെൻഷനായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ചൈനയുടെ കപ്പലുകളെ നമ്മൾ ആക്രമിക്കൂ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അതിന് ശേഷമാണ് പിന്നീട് പാകിസ്ഥാനിലേക്ക് ഒരു ചാരക്കപ്പൽ അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചൈനയുടെ കാര്യം പറയുവാണെങ്കിൽ അവർ കൊറോണയിൽ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. അത് കുറച്ച് നാൾക്ക് മുമ്പാണ് അവിടുത്തെ ലോക്ക്ഡൗൺ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ചൈനയെ പറ്റിയിട്ട് ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥ വരുമ്പോഴേക്കും അവർ ലോകശക്തികളിലൊന്നായിരുന്നു, അത് ഡെവലപ്പ് ചെയ്തു വന്നതാണ് കേട്ടോ, അത് അവരുടെ കഴിവുകൊണ്ട് തന്നെ അത്രയും കയറി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ചൈനയെ പിന്നീട് ആരും മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ആരും ഗൗനിക്കാതിരുന്നു കഴിഞ്ഞാൽ ചൈന എന്തായിരിക്കും ചെയ്യുക? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മാധ്യമങ്ങളിലും ഇതിലൊക്കെ ഇടം പിടിച്ച് പിന്നീട് ഞങ്ങൾ മെയിനാന്ന് കാണിക്കാനുള്ള പദ്ധതികളൊക്കെ ചിലപ്പോൾ ആരംഭിക്കും. ഇത് സംഭവിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വർഷം 2024 10 പ്രവചനങ്ങൾ. നമുക്കിനി 2025 ആകുമ്പോഴേക്കും ഈ വീഡിയോ റീവിസിറ്റ് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇതിൽ ഏതൊക്കെ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയാസ് ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.